ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാണ് നമ്മുടെ ശക്തി എന്ന് വീണ്ടും ഹൂസിലെ തരുണി മണികൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഹ്യൂസ്റ്റണിലെ ഈ തിരുവാതിര നമുക്ക് അവതരിപ്പിച്ച അഭിഷ ആൻഡ്രൂസ്, അനീറ്റ ജസ്റ്റിൻ, ആരതി രാഹുൽ, കേത്ലിൻ റേഷ്, ജൂഡി പണിക്കർ, രശ്മി സുരേഷ്, മേരി ആൻ, അഞ്ജു അനിൽ, നിഷ രാജൻ, പൂർണിമ പിള്ളൈ, രേഷ്മ വിനോദ്, ഷീബ ശേഖരൻ, ശ്രീലത ഉണ്ണി, സിനി ജിനു എന്നിവരാണ് നമ്മളുടെ തിരുവാതിര അവതരിപ്പിച്ചത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് also invite our sponsors, our platinum sponsor Mr. James Olud, our gold sponsors Suresh Ramakrishnan for Apna Bazaar. We also, one of our gold sponsors is Dr. Georgie George, who's Texas Heart and Vascular Specialist. Dr. George might come, might not come, but he has been a very big supporter of Malayali Association of Greater Houston. I'm going to remember Dr. George at this time. Vice Sky Travels, Mr. Saji Uman, and John Babu CPA, Sandeep Isho. These are all our, I'm sorry, I have to call one more gold sponsor, Mr. Dr. Naveen Padil, Arcola Dental. He has been a great supporter for MAG throughout this year. Dr. Naveen, is he here? Okay. Silver sponsors, Mr. Sandeep Isho, Robin Travels, John Babu CPA, Vice Sky Travels, Mr. Saji Uman. I would also like to invite Mr. Shashidharan Nair, our building committee chairman, Father Isaac P. Prakash, he is the ICECH president, Mr. Subin C. Balakrishnan, president, Sri Guruvayurappan Temple, Mr. Aniyan Kyle, Sri Narayana Guru Mission president is here. All right. ഐസക്കിന്റെ അസാന്നിധ്യത്തിൽ Let me invite our president, the proud president of the biggest Malayali Association of North America, Malayali Association of Greater Houston, Mr. Joyce K. John, for a presidential address. Good morning all. Happy Onam everybody. Mr. D.C. Manjunath, Consul General, Indian Embassy Houston, Mr. K.B. John, Fort Bend County Judge, Mr. K. Matthew, Suffolk City Mayor, Carol Machin, Sugarland City Mayor, Mr. Robin Elakar, Missouri City Mayor, Judge Surendran Patel, Judge Julie Matthew, Captain Manoj Mupare, and Reverend Fathers, and community leaders, BOD members, BOD members, and all the guests from MAG, friends and family from MAG. Malayali Association of Greater Houston. MAG 1987 സ്ഥാപിതമായി 9 പേരടങ്ങുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ പ്രസിഡന്റായി സർ എം.ടി. ചെറിയാൻ അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു കമ്മിറ്റിയിൽ നിന്ന് നമ്മുടെ രൂപീകൃതമായ ഈ MAG നമ്മുടെ പ്രസന്റ് സ്ട്രീറ്റിലെ ഒരു ചെറിയ ബിൽഡിങ്ങിനാണ് ആദ്യം ഇത് തുടങ്ങിയത്. അത് തുടങ്ങി നമ്മള് പതുക്കെ ടാക്കർ ലൈനിലേക്ക് മാറി. അവിടെ നമുക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായി. ഇന്ന് അവിടെ നമുക്ക് ഒരു ആസ്ഥാന മന്ദിരവും ഒരു ബാഡ്മിന്റൺ സെന്ററും ക്രിക്കറ്റ് പിച്ചും ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു 2 ഏക്കർ സ്ഥലം നമുക്കിപ്പോൾ. ഒരുപക്ഷെ അന്ന് ഈ 9 പേർ തുടങ്ങിയ ഈ അസോസിയേഷൻ വളർന്ന് പന്തലിച്ച് ഇന്ന് 3000-ഓളം മെമ്പേഴ്സ് ഉൾപ്പെടുന്ന നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി അസോസിയേഷൻ ഒന്നായി മാറിയിരിക്കുന്നു. അതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കൈയടിക്കാം. മാഗിന് വേണ്ടി നമുക്കൊരു കൈയടിക്കാം.
നമ്മൾ ബാഗ് ഇപ്പോൾ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ബാഗിന്റെ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ബാഗിനോട് ചേർന്നുള്ള 1.5 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിക്കാൻ അതിന്റെ കോൺട്രാക്ട് എഴുതി. അതിന്റെ നമ്മൾ $75,000 കൊടുത്ത അതിന്റെ പൊസിഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ ശശിധരൻ നായർ, നമ്മുടെ റിയൽറ്റർ എന്റെ പിന്നിലുണ്ടായിരുന്ന മാർട്ടിൻ ജോൺ, അതുകൊണ്ട് ഒരു ടീമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെ BOD മെമ്പേഴ്സും BOT മെമ്പേഴ്സും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. ഒരു 50ഓളം പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പ്ലാറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ 1.5 ഏക്കർ കൂടി നമ്മുടെ സ്ഥലമാകും, നമ്മുടെ സ്വന്തമാകും. അങ്ങനെ നമുക്കൊരു 3.5 ഏക്കർ സ്ഥലം സ്വന്തമാവുകയാണ്. അതിന്റെ പിന്നിൽ നമുക്ക് മാഗിനൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവർക്കും ഒരുമിച്ചൊന്ന് കൂടുവാനും നമുക്കൊന്ന് കൂടുവാനും നമുക്കൊന്ന് സന്തോഷിക്കാനും ഇച്ചിരി നമ്മൾ വളരെ മെമ്പേഴ്സ് കുറവായിരുന്നു. നമുക്ക് വളരെ സ്ഥലപരിമിതി വളരെ കുറവാണ്. നമുക്ക് വലിയൊരു ഓഡിറ്റോറിയം വേണം, ഒരു മൾട്ടിപർപ്പസ് ഹോൾ വേണം, നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണം. ഇതുപോലെ ഒരു ഓണാഘോഷമോ ഒരു ക്രിസ്മസോ ഒക്കെ നടത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടുക. നമുക്ക് ഒരു സ്ഥലം വേണം. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫണ്ട് റൈസിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു റാഫിൾ ഇറക്കിയിട്ടുണ്ട്. റാഫിള് ആക്ച്വലി ഇന്നാണ് എടുക്കേണ്ടിയിരുന്നത്, പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടെ ടിക്കറ്റ് വിൽക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസംബർ 27 ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 27 നമ്മൾ അതിന്റെ റാഫിള് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ ആ റാഫിളിന്റെ വില എന്ന് പറയുന്നത് $100. നിങ്ങൾ എല്ലാവരും ഓരോ ടിക്കറ്റ് എടുക്കുക. അത് $20,000 ക്യാഷ് ആണ് നമുക്ക് അതിന്റെ പ്രൈസ്. നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. ഫ്രണ്ടിൽ അതിന്റെ ഒരു കൗണ്ടർ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഓരോ ടിക്കറ്റ് എടുത്ത് മാഗിന്റെ ഈ നല്ല ഉദ്യമത്തിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. അതോടൊപ്പം തന്നെ മാഗിൽ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 3000ഓളം മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഹ്യൂസിൽ നമുക്ക് മെമ്പേഴ്സ് ഉണ്ട്, മലയാളികളുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് മാഗിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ മെമ്പേഴ്സ് വേണം. അതിന്റെ ഒരു മെമ്പർഷിപ്പിന്റെ നമ്മുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് $200 ആണ്. നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഫ്രണ്ടിലുണ്ട്. നമ്മുടെ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ടിലുള്ള ബൂത്ത് സന്ദർശിക്കുക. തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോം ലഭിക്കും. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മാഗിന്റെ ചാരിറ്റി പ്രവർത്തനം നിങ്ങൾക്കറിയാം. മാഗ് 2 വീടുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. മാഗ് കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഒരു ഗോഫണ്ട് നടത്തി. നമുക്ക് കുറച്ച് പൈസ കുറച്ച് എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. അത് നമുക്ക് പോരാ. പക്ഷേ ഇപ്പോൾ നമ്മളത് ഒരു വയനാട്ടിൽ തന്നെ അതിന്റെ വിക്ടിമിന് നമ്മൾ ഒരു വീട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വീട് അടുത്ത മാസം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഡിസംബറോടുകൂടി അത് പൂർത്തിയാകും. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ $7,000 ഉണ്ട്. നമുക്ക് കൂടുതൽ എമൗണ്ട് വേണം. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ബോർഡ് മെമ്പർ നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെ മാഗിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ വർഷം നടന്ന പരിപാടികൾ വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ഈ വർഷം നടന്നത്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാഗിന്റെ നേതൃത്വത്തിൽ ഒരു ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടത്തി. അതുപോലെ തന്നെ മാഗിന്റെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ IPL മാതൃകയിൽ തന്നെ നമ്മൾ നടത്തി. കാരണം മാഗിന്റെ പേരിൽ MBL എന്ന പേരിലാണ് നമ്മൾ നടത്തിയത്. വളരെ സക്സസ് ആയി നടത്താൻ പറ്റി. ഇനിയും മാഗ് നടത്തിയ ധാരാളം പരിപാടികളുണ്ട്. എന്നാലും എല്ലാം ഒന്നും പറയാനുള്ള സമയമില്ലെങ്കിലും ഇനിയും നമുക്ക് ഒത്തിരി പരിപാടികൾ നടത്താനുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ സീനിയർ സിറ്റിസൺ നമ്മുടെ എല്ലാ പ്രാവശ്യവും നമ്മുടെ മാഗിന് കൂടുന്നുണ്ട്. ഏകദേശം 100 കൂടുതൽ ആളുകൾ എല്ലാ ബുധനാഴ്ചയും അവർ കൂടുന്നു. നമുക്ക് കൂടുതൽ ആളുകൾ വരിക, നമ്മുടെ മാഗിനെ നിങ്ങൾ വരിക, ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യുക. അങ്ങനെ ധാരാളം അതുപോലെ മാഗിനെ സപ്പോർട്ട് ചെയ്ത ഈ ഓണം ഈവന്റ് വിജയപ്രദമാക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്പോൺസേഴ്സുണ്ട്. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും മാഗിന്റെ പേരുള്ള ഓണാശംസകൾ നേരുന്നു.
ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി മാഗിന്റെ ഓണാശംസകൾ. താങ്ക് യു വെരി മച്ച്. Thank you, Biju. Now But I will not try and disgrace the Malayalam language by this thing. So it is a great pleasure and honor to join all of you in celebrating Onam, one of the most vibrant and joyful festivals of India. The warmest greetings and best wishes to all of you who have joined here today. We just saw the battery of the dignitaries here. If I start again recounting everybody, I will be speaking for a few more minutes here. But to highlight the importance, we had the Fort Wayne County judge, one of the largest counties in the country, I would say, and we had we have our dear and beloved Mayor Ken Matthew here on the Stafford City, and we had two mayors, Mayor Robin Ellicott and Mayor of Sugar and Carroll. We have the judicial representatives, our judges, dear Judge Julie Matthew and dear Judge Surendra Patel, and officers from law enforcement, our constable, and a battery of our beloved and revered fathers and other representatives here. Friends, Onam is much more than a festival, much more than a harvest festival. It is a time where all of us as families come together, when the communities reconnect, and when we take pride of values of generosity, equality, and prosperity. And I vividly remember year before last year, I was so happy and delighted to be part of this family, and thank you for making me part of this family. It's still vivid in my memory, and with that happiness, I joined today. We see the brilliance of Pookalams, the spirit of Mallamkali, of course. Back home in Kerala, I hope in future we will also have symbolic Mallamkalis, the snake boat races also here, and of course the beautiful feast which brings us all together in Onam Sadhya. I don't want to take much time, but few points. We all know the famous anecdotes that even in the moon we can see some of our Malayali speaking person with the chaya kada and all. But jokes apart, you would be surprised that 2 years before, Onam was celebrated in Antarctica. Because flowers are not readily available in Antarctica, the flowers were drawn on the frozen lake surface with a hammer, knife, and screwdriver. We all know that we have the Antarctica stations of India, Maitri and Bharati, 2 stations. So out of the 20 odd members, so 5 of us friends were from Kerala, and year before last year, they in the minus 25 degree in front of the Maitri station and the Bharati Antarctica station, they beautifully carved out the ice carving of the Pookalam. So that is the spirit of and the beauty of celebrating the Onam, and I'm happy to be here in the MAGH Onam enjoying that spirit. I would like to take a moment to applaud. We heard from the President about the activities and how MAGH has come from 1987
several thousand families and more than 20,000 members. You know, you all have been a pillar of strength and unity for the community. You have created a strong and vibrant platform, which not only celebrates festivals like Onam and Vishu, but also organizes and takes important initiatives like educational seminars and the National Day celebrations and activities that keep the younger generation connected to their roots. So you all also have been very supportive of the consulate's activities, and we are here to support in any kind of from the Government of India, in not only the consular services, but any kind of support. You know, please reach out to us. And also thank you for all your support for the Government of India's initiatives and all. We will also be holding next month. We will also be holding a Viksit Bharat 2025 run. So I encourage all of you. We will send out the details. I encourage all of you also to be part of that. You know, health run, also with the patriotic fervor of Viksit Bharat 2025. Once again, I wish success in all the endeavors of the MAGH and the great community here, and happy Onam to all of you. Thank you. Jai Hind. To reach out to the consulate staff, and they've been extremely helpful. So I have high regards for the staff and for our Manjunath sir and his entire staff. Now let me call upon the Trustee Board Chairman, Mr. Jimmy Kulasheri, for the felicitation speech. Dear distinguished guests, respected my executive committee members, trustee board, and all Malayali friends in Houston. I am Kulasheri Jimmy. I am the trust body chairperson of trustee board. As you all know, we the Malayalis celebrate Onam every year. Let's have a wonderful celebration today. Let me talk in Malayalam, our mother tongue, with everybody's permission. Thank you. നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിൽ നിന്നും 1978 അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറിയ ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. ലോകത്തെ എവിടെ നോക്കിയാലും ഈ കുടിയേറ്റ സംസ്കാരം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ കുടിയേറുന്നവർ തനത് സംസ്കാരം, ഭാഷ, ഭക്ഷണ ജീവിത രീതികൾ, വിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ തുടങ്ങിയവ എല്ലാം കൂടെ കൊണ്ടുവന്ന് കുടിയേറ്റ ഭൂമിയിലേക്ക് പറിച്ചു നടുന്നത് തികച്ചും സ്വാഭാവികമാണ്. അതിനുള്ള അവകാശവും നമുക്ക് ഏവർക്കുമുണ്ട്. ഭാരതത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരിൽ മലയാളികൾ മാത്രം തങ്ങളുടെ കുടിയേറ്റ ഭൂമിയിലേക്ക് പറിച്ചു നട്ട ഒരു വാർഷിക ആഘോഷമാണ് ഓണം. ചുരുക്കി പറഞ്ഞാൽ തിരുവോണം. എൻ്റെ ജന്മനാളും തിരുവോണം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരുവോണം എടുത്തു പറഞ്ഞത്. ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ആഘോഷിക്കുന്നു എന്നതും ഓണത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കേവലം ഒരു ദിവസത്തെ ആഘോഷത്തിൽ ഒതുങ്ങാതെ വിവിധ മലയാളി സംരംഭങ്ങളിലൂടെ ആഘോഷത്തിലൂടെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വാർഷിക ആഘോഷം കൂടിയാണ് ഈ മഹാസംഗമം, അതായത് തിരുവോണം. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്ന
മാവേലി മന്നന്റെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടി നാം ആഘോഷിക്കുന്ന ഓണം ലോകമെമ്പാടുമുള്ള മലയാളി അസോസിയേഷനുകൾക്ക് തിലകക്കുറിയാർത്തുന്നു. ഇത്തരം ആഘോഷങ്ങൾ നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം. So next generation, let us encourage them to celebrate this Onam every year and their culture. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിഥികളായി എത്തിയ കുടിയേറ്റക്കാരുടെ ആഘോഷങ്ങൾ അതാത് രാജ്യങ്ങളിലെ ആതിഥേയർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കുക എന്നത് കുടിയേറ്റക്കാരായ നമ്മളുടെ ഏവരുടെയും കടമയുമാണ്. Recently, പുതിയ incidents happened in European countries, Ireland, etc. അതിനായി പൊതുനിരത്തുകളിലെയും മറ്റ് പൊതു സ്ഥലങ്ങളിലെയും ആഘോഷങ്ങൾ നാം കഴിവതും ഒഴിവാക്കുക. ഓണം മാത്രമല്ല, നമ്മളുടെ എല്ലാ ആഘോഷങ്ങളും നമ്മുടെ വീടുകളുടെയും സംരംഭങ്ങളുടെയും ഉള്ളിൽ ഒതുക്കുവാൻ നാം ശ്രദ്ധിക്കണം. ആർക്കും ഇതുകൊണ്ട് ഒരു അനവധിത്വം ഉണ്ടാകാതിരിക്കുവാനാണ് ഞാൻ ഇത് പറഞ്ഞത്. പൊതുസ്ഥലത്ത് നമ്മളുടെ പരമ്പരാഗത വസ്ത്രധാരണവും മറ്റു ജീവിത രീതികളും ആതിഥേയരുടെ സംസ്കാരത്തെയോ ജീവിത രീതിയെയോ ഖനിക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാകരുത്. എത്ര കാലം വിദേശ രാജ്യത്ത് ജീവിച്ചാലും നാം എത്തിയത് അതിഥികളായിട്ടായിരുന്നു എന്ന വസ്തുത നാം എപ്പോഴും ഓർക്കുക. One more information about newly purchased lands. Already President explained ചെയ്തു എങ്കിലും ബിൽഡിംഗ് ചെയർമാൻ ശശിധരൻ നായർ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. 2 സെന്റൻസ്. ലാൻഡ് അക്വയർ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഈ മാസം തന്നെ കിട്ടിയിട്ടുണ്ട്. 1.5 ഏക്കർ സ്ഥലം. എത്രയും വേഗം സ്ഥലത്തിന്റെ ക്ലോസിംഗ് നടത്തുകയും വേണം. പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഫ്രണ്ട് ഡെസ്കിൽ ബൂത്തിൽ റെഡിയാണ്. എല്ലാവരും പോയി ആ പിക്ചറൊക്കെ ഒന്ന് കണ്ട് പറ്റുന്ന പ്രോമിസൊക്കെ കൊടുത്ത് അടുത്ത 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതുപോലൊരു ഹോള അവിടെ ഉണ്ടാക്കി നമ്മുടെ ഓണം അവിടെ നടത്തണം. കോഴ്സിലുള്ള എല്ലാ മലയാളികളും ഉത്സാഹിച്ചാൽ ചെയ്യാവുന്ന കടമില്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഉള്ളൂ. എല്ലാവരും ആ പിക്ചറൊക്കെ ഒന്ന് കാണുക. എല്ലാവർക്കും അനുമോദനങ്ങൾ അറിയിക്കുന്നു. എത്രയും വേഗം എല്ലാ മലയാളികൾക്കും ഒത്തൊരുമയോടെ പരിപാടികൾ നടത്തുവാനുള്ള ഒരു സെന്റർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സമയപരിധി കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ താമസിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലോകരാജ്യങ്ങൾക്കും കുടിയേറ്റം ഒരു ബാധ്യതയായി മാറുന്ന കാര്യം നാം തിരിച്ചറിയണം. ആയതിനാൽ കുടിയേറ്റ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവാതിരിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മളാൽ കഴിഞ്ഞതെല്ലാം ചെയ്യണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. You know, it's a great thing because we are celebrating the sacrifices of the greatest ruler of that region, Mahabali. It was a sacrifice. Mahabali means greatest sacrifice. So that's what the ruler did. He gave up his own reign, he gave up his own territory, he gave up his own state, and he was pushed down the earth. And he was allowed to come back. And we are celebrating that he is coming back because it was very difficult to find such kind of a ruler. So, Consul General, thank you for coming here, celebrating with us. Judge, give for being here. I know I don't have to explain to you too much about Onam and all the distinguished guests. And if I missed anybody, please excuse me. So I wish you all a very, very happy Onam. Always remember, we are honoring, we are celebrating the sacrifices of the greatest ruler of our region. You can say Kerala. At that time there was no Kerala.
but he was ruling all these places. That's what I want to stress upon everybody. It is a lesson for elected officials like me. This is a lesson that we have to learn from Mahabali. The elected officials will have to learn it. Thank you. Have a very nice Onam. Celebrate it. Thank you so much. Thank you, President. താങ്ക് യു. അടുത്തതായി കേരളത്തിന്റെ തനതായ കലാരൂപമായ കഥകളിയാണ് ഇവിടെ ഈ മഹത്തരമായ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ആൻസി, ഭാരതത്തിന്റെ 8 ശാസ്ത്രീയ നൃത്തങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് കഥകളി. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ കഥകളി അവതരിപ്പിക്കുന്ന മഹത്തരമായിട്ടുള്ള ആ കലാകാരന്മാരെ നമുക്ക് വേദിയിലോട്ട് ക്ഷണിച്ചാലോ? തീർച്ചയായും. ഓണത്തിന്റെ വേദിയിൽ ഭംഗി പകരുവാൻ കഥകളി അവതരണം കയ്യോടി കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ അർച്ചന നായർ ഫ്രം ലൂയിസിയാന ആൻഡ് ക്രിസ്റ്റൽ ടെനിസൺ. ഡോക്ടർ അർച്ചന നായർ.
വിനായകൻ ഹസ്തിമുഖൻ സുന്ദര കൈമുഖം ജഗേന്ദ്ര സുസർപ്പദതാവരണം വികടോത്കട സുന്ദര കൈമുഖം ജഗേന്ദ്ര സുസർപ്പദതാവരണം വികടോത്കട സുന്ദര കൈമുഖം ജഗേന്ദ്ര സുസർപ്പദതാവരണം ഗജനീല ഗജേന്ദ്ര ഗണാധിപതി പ്രണതോസ്മി വിനായക ഹസ്തിമുഖം ഗജനീല ഗണേന്ദ്ര ഗണാധിപതി പ്രണതോസ്മി വിനായക ഹസ്തിമുഖം ഗജനീല ഗജേന്ദ്ര ഗണാധിപതി പ്രണതോസ്മി വിനായക ഹസ്തിമുഖം ഗജനീല ഗജേന്ദ്ര ഗണാധിപതി പ്രണതോസ്മി വിനായക ഹസ്തിമുഖം गणपति सुंदर केश ऋषि ऋषि गणपति यज्ञ समान सुर सुर गणपति सुंदर केश ऋषि ऋषि गणपति यज्ञ समान सुर सुर गणपति सुंदर केश ऋषि ऋषि गणपति यज्ञ समान सुर सुर गणपति सुंदर केश ऋषि ऋषि गणपति यज्ञ समान भव भव गणपति पद्म शरीरम जय जय गणपति दुर्गे नमस्ते भव भव गणपति पद्म शरीरम जय जय गणपति दुर्गे नमस्ते तथकति कुताम तथकति कुदीम धीम तथकति कुताम ताम तथकति कुदीम धीम तथकति कुतुम तुम तथकति कुदीम धीम तथकति कुतुम तुम तथकति कुदीम तति तत्तुम तगि तथकति तिरगिडदो धीम तिरगिडदो तिरगिडदो धीम तिरगिडदो धीम तिरगिडदो 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 बलित जल गगन बलित चंद्र मणि मणि किरण विभूषित कर्णन बलित जल गगन बलित चंद्र मणि मणि किरण विभूषित कर्णन तनु तनु विषधर शूलगमाल आगमन शिव शिव गणपति भवनं तनु तनु विषधर
ശോഭിതം വിമല ശുഭകമല ജലപാതുകം പാണിതം പ്രമദഗണ ഗുണഖചിത ശോഭനം ശോഭിതം മൃദുലഭുജ സരസിജ വിശാലകം പോഷണം ശശികലിത ശശികലിത മൗലിതം ശോലിതം വിമല ശുഭകമല ജലപാതുകം പാണിതം പ്രമദ ഗുണഖചിത ശോഭനം ശോഭിതം മൃദുലഭുജ സരസിജ വിശാലകം പോഷണം മനസബല കദളി പരമോദനം മോദനം പ്രമദ ഗുരു ശിവനയ ഗണപതി താളനം ഗണപതി താളനം ഗണപതി താളനം. നമ്മളെല്ലാവരും ഇവിടെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആരുടെ ഒരു മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് ഇവിടെ മലയാളികൾക്കായി ഒരു അസോസിയേഷൻ ഉണ്ടാവണം, ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്ന്. അവർ ആഗ്രഹിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് ഈ ഓണം ആഘോഷിക്കുന്നതും സദ്യ ഉണ്ടെന്നും. അപ്പൊ may I please invite the founding members, the seniors, our respected seniors, our dear seniors of Malayali Association of Greater Houston. I'm going to give the honor to our president to invite them onto the stage. സുഹൃത്തുക്കളെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 1987 ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് ഈ രൂപം കൊണ്ടത്. അന്ന് 9 പേര് അന്ന് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാൾ നമ്മൾ വേർപെട്ടു പോയി. എങ്കിലും ഇപ്പം ഇവിടെ ഉള്ള ആളുകളെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇവർ മാത്രമല്ല, ഇതിന് പിന്നിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ആ കമ്മിറ്റി അംഗങ്ങളെ മാത്രം ഞങ്ങൾ ആദരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും പേര് വായിക്കാം. എം ഡി ചെറിയാൻ എന്ന അദ്ദേഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. എബ്രഹാം തോമസ്, മാത്യു എബ്രഹാം, എഒ അഗസ്റ്റിൻ, ടി എൻ സാമുവൽ, ലേറ്റ് മിസ്റ്റർ കെ എ ഫിലിപ്പ്, ജോഷുവ ജോർജ്, കെ കെ സത്യൻ ആൻഡ് മാത്യു തോമസ്. ഇപ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എബ്രഹാം തോമസ്, ടി എൻ സാമുവൽ, എഒ അഗസ്റ്റിൻ, അതുപോലെ മാത്യൂസ് എബ്രഹാം എവിടെയുണ്ടോ? ഓക്കെ, പ്ലീസ് കം. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ കെ എ ഫിലിപ്പ് അങ്കിളുടെ പ്രിയപ്പെട്ട പത്നി കുഞ്ഞമ്മ ഫിലിപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ദയവായി ഈ വേദിയിലേക്ക് കടന്നു വരിക. തീർച്ചയായും ഇവരുടെയൊക്കെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ മാർഗം. ഇവരനുഭവിച്ച കഷ്ടപ്പാടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ തണലുകൾ. ഞങ്ങളെന്താ നമ്മളനുഭവിക്കും. ഒരു വാർത്ത സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട സാമാന്യം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ പ്രസിഡന്റ് ജോസ് കെ ജോൺ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജിമ്മി കുന്നശ്ശേരി, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മുൻ പ്രസിഡന്റുമാരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. അതോടൊപ്പം കൃത്യമായ ഓണാശംസകളും നേരുകയാണ്. 38 വർഷം മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി വെക്കുകയും നിങ്ങൾ പ്രാർത്ഥന വലുതാക്കുകയും ചെയ്ത ഈ മഹാപ്രസ്ഥാനം ഇന്നും ഭംഗിയോടെ നടന്നു പോകുമെന്ന് കാണുന്നതിനുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങൾ അറിയിക്കുകയാണ്. എന്നിട്ട് കുട്ടികൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ, ഇവരുടെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
ഈ സംഘടന ഉദ്ഘാടനം ചെയ്തത് ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒഗാനയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എം അൻപുത്തൻ സാർ. അന്നത്തെ ആ പ്രോഗ്രാമിന്റെ പ്രധാന ഇനം നിങ്ങൾക്കറിയാമോ, ഇന്ന് സുപ്രസിദ്ധ ചലച്ചിത്ര താരവും സൂപ്പർ നർത്തകിയുമായ സാക്ഷാൽ ശോഭനയുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അന്നത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ നല്ല രീതിയിൽ തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം ഇന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ സമയത്ത് ഞങ്ങളെ ഓർക്കുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും റെക്കഗ്നൈസ് ചെയ്ത കമ്മിറ്റിയോടും ട്രസ്റ്റി ബോർഡിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും കൃത്യമായ ഐശ്വര്യസമൃദ്ധമായ ഒരു ഓണാഘോഷം, ഓണ സീസൺ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. പലരും ഇന്ന് വരാതെ പോയിട്ടുണ്ട്. ജോഷുവ ജോർജ്, എം പി ചെറിയ, കെ കെ സത്യൻ, അതുപോലെ തന്നെ മാത്യു എം തോമസ്, സുഖമില്ലാതിരിക്കുന്ന മാത്യു എം തോമസ് വരാതെ പോയിട്ടുണ്ട്. അവരുടെ അസാന്നിധ്യം വ്യക്തിപരമാണ്. എങ്കിലും ഞങ്ങളുടെ അതിന് മുൻപ് മൺപറഞ്ഞു പോയ അച്ചായൻ എന്ന ഓമനപ്പേരിൽ ഞങ്ങൾ വിളിക്കുന്ന ജിപ്സൺ കെ ഇ ഫിലിപ്സിന്റെ ധർമ്മപത്നി ഇവിടെയുണ്ട്. വളരെ സന്തോഷപ്പെട്ടതിൽ മാത്രമല്ല, ഒരു കൊച്ചു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ തുടക്കകാലത്ത് ഈ അസോസിയേഷന്റെ രജിസ്ട്രേഷൻ മിസസ് കുഞ്ഞമ്മ ഫിലിപ്സിന്റെ പേരിലാണ് നടത്തിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആദ്യകാലത്തെ ഒറിജിനൽ ഓണറാണ് ഈ നിൽക്കുന്ന മിസസ് കുഞ്ഞമ്മ ഫിലിപ്സ്. എന്തായാലും വന്നവർക്ക്, വരാൻ ഒക്കാത്തവർക്ക് വേണ്ടിയും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അസോസിയേഷന്റെ പ്രസിഡന്റിനോടും അവരുടെ ടീമിനോടും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡിനോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. പിന്നെ ഒരു രഹസ്യം ഞാൻ പറയാം. ഈ സംഘടന ഇത്രയും നന്നായിട്ട് പോകുന്നതിന്റെ ഒരു രഹസ്യം ഞാൻ പറയാം. കാലാകാലങ്ങളിൽ പ്രഗത്ഭരായ നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് വന്ന് ഇതിന് നേതൃത്വം കൊടുത്ത് കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇതിന്റെ രഹസ്യം. അതുകൊണ്ട് നമ്മുടെ യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. തുടർന്ന് കൂടുതലായ കായിക, കലാ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ അസോസിയേഷന് സാധിക്കട്ടെ, വരുന്ന കമ്മിറ്റികൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ റെക്കഗ്നൈസ് ചെയ്തവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എന്നാൽ ഇത്ര പേര് ഇവിടെ വന്നല്ലോ. നമ്മുടെ ജോഷുവകളും സത്യം ഒന്നായി നിന്നെ കാണുമ്പോൾ
pateri tari 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 sulla pateta mi tonam takati tonam tatti tonam takati tonam tonam tatti tonam takati tonam tonam takita tikita tongita nangita tari kita takati tari kita takati kita tikita tongita nangita tari kita takati tari kita takati tari taku 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 tari kita takati 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 Tadi
ശോഭിതം പ്രമദഗണ ഗുണഖചിത ശോഭനം ശോഭിതം മൃദുലഭുജ സരസിജ വിസാലകം പോഷണം ശശികലിത ശശികലിത മൗലിതം ശോലിതം വിമല സുമന മലജലപാവിതം മാണിനം പ്രമദ ഗുണഗണഖചിത ശോഭനം ശോഭിതം മൃദുലഭുജ സരസിജ വിസാലകം പോഷണം മനസബല കദളി പരമോദനം മോദനം പ്രമദ ഗുരു ശിവനയ ഗണപതി താളനം ഗണപതി താളനം ഗണപതി താളനം നമ്മളെല്ലാവരും ഇവിടെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആരുടെ ഒരു മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് ഇവിടെ മലയാളികൾക്കായി ഒരു അസോസിയേഷൻ ഉണ്ടാവണം, ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്ന്. അവരാഗ്രഹിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് ഈ ഓണം ആഘോഷിക്കുന്നതും സദ്യ ഉണ്ടെന്നത്. അപ്പൊ may I please invite the founding members, the seniors, our respected seniors, our dear seniors of Malayali Association of Greater Houston. I'm going to give the honor to our president to invite them onto the stage. സുഹൃത്തുക്കളെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 1987 ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് ഈ രൂപം കൊണ്ടത്. അന്ന് 9 പേര് അന്ന് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാൾ നമ്മൾ വേർപെട്ടു പോയി. എങ്കിലും ഇപ്പം ഇവിടെ ഉള്ള ആളുകളെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇവർ മാത്രമല്ല, ഇതിന് പിന്നിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ആ കമ്മിറ്റി അംഗങ്ങളെ മാത്രം ഞങ്ങൾ ആദരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും പേര് വായിക്കാം. എം ഡി ചെറിയാൻ എന്ന അദ്ദേഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. എബ്രഹാം തോമസ്, മാത്യു എബ്രഹാം, എ.ഒ. അഗസ്റ്റിൻ, ടി.എൻ. സാമുവൽ, ലേറ്റ് മിസ്റ്റർ കെ.എ. ഫിലിപ്പ്, ജോഷുവ ജോർജ്, കെ.കെ. സത്യൻ ആൻഡ് മാത്യു തോമസ്. ഇപ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എബ്രഹാം തോമസ്, ടി.എൻ. സാമുവൽ, എ.ഒ. അഗസ്റ്റിൻ, അതുപോലെ മാത്യൂസ് എബ്രഹാം എവിടെയുണ്ടോ? ഓക്കെ, പ്ലീസ് കം. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ കെ.എ. ഫിലിപ്പ് അങ്കിളുടെ പ്രിയപ്പെട്ട പത്നി കുഞ്ഞമ്മ ഫിലിപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ദയവായി ഈ വേദിയിലേക്ക് കടന്നു വരിക. തീർച്ചയായും ഇവരുടെയൊക്കെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ മാർഗം. ഇവരനുഭവിച്ച കഷ്ടപ്പാടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ തണലിന് ഞങ്ങളെന്താ നമ്മളനുഭവിക്കും. എല്ലാവരെയും നന്ദിയോടെ ഒരുക്കുന്നു. ഒത്തിരി ആളുകളുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന. അന്ന് ഒരു വാർത്ത സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട സാമാന്യം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ പ്രസിഡന്റ് ജോസ് കെ ജോൺ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജിമ്മി കുന്നശ്ശേരി, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മുൻ പ്രസിഡന്റുമാരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. അതോടൊപ്പം കൃത്യമായ ഓണാശംസകളും നേരുകയാണ്. 38 വർഷം മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി വെക്കുകയും നിങ്ങൾ പ്രാപ്തി വലുതാക്കുകയും ചെയ്ത ഈ മഹാപ്രസ്ഥാനം ഇന്നും ഭംഗിയോടെ നടന്നു പോകുമെന്ന് കാണുന്നതിനുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങൾ അറിയിക്കുകയാണ്. എന്നിട്ട് സദ്യകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ സംഘടന
ഉദ്ഘാടനം ചെയ്തത് ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒഗാനയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എം അൻപുത്തൻ സാർ. അന്നത്തെ ആ പ്രോഗ്രാമിന്റെ പ്രധാന ഇനം നിങ്ങൾക്കറിയാമോ, ഇന്ന് സുപ്രസിദ്ധ ചലച്ചിത്ര താരവും സൂപ്പർ നർത്തകിയുമായ സാക്ഷാൽ ശോഭനയുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അന്നത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ നല്ല രീതിയിൽ തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം ഇന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ സമയത്ത് ഞങ്ങളെ ഓർക്കുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും റെക്കഗ്നൈസ് ചെയ്ത കമ്മിറ്റിയോടും ട്രസ്റ്റി ബോർഡിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും കൃത്യമായ ഐശ്വര്യസമൃദ്ധമായ ഒരു ഓണാഘോഷം, ഓണ സീസൺ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. പലരും ഇന്ന് വരാതെ പോയിട്ടുണ്ട്. ജോഷുവ ജോർജ്, എം ടി ചെറിയ, കെ കെ സത്യൻ, അതുപോലെ തന്നെ മാത്യു എം തോമസ്, സുഖമില്ലാതിരിക്കുന്ന മാത്യു എം തോമസ് വരാതെ പോയിട്ടുണ്ട്. അവരുടെ അസാന്നിധ്യം രസകരമാണ്. എങ്കിലും ഞങ്ങളുടെ അതിന് മുൻപ് മൺപറഞ്ഞു പോയ അച്ചായൻ എന്ന ഓമനപ്പേരിൽ ഞങ്ങൾ വിളിക്കുന്ന ജിപ്സൺ കെ ഇ ഫിലിപ്സിന്റെ കർമ്മപത്നി ഇവിടെയുണ്ട്. വളരെ സന്തോഷപ്പെട്ടതിൽ മാത്രമല്ല, ഒരു കൊച്ചു കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ. ഈ തുടക്കകാലത്ത് ഈ അസോസിയേഷന്റെ രജിസ്ട്രേഷൻ മിസസ് കുഞ്ഞമ്മ ഫിലിക്സിന്റെ പേരിലാണ് നടത്തിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആദ്യകാലത്തെ ഒറിജിനൽ ഓണറാണ് ഈ നിൽക്കുന്ന മിസസ് കുഞ്ഞമ്മ ഫിലിക്സ്. എന്തായാലും വന്നവർക്ക്, വരാൻ ഒക്കാത്തവർക്ക് വേണ്ടിയും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അസോസിയേഷന്റെ പ്രസിഡന്റിനോടും അവരുടെ ടീമിനോടും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡിനോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. പിന്നെ ഒരു രഹസ്യം ഞാൻ പറയാം. ഈ സംഘടന ഇത്രയും നന്നായിട്ട് പോകുന്നതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറയാം. കാലാകാലങ്ങളിൽ പ്രഗത്ഭരായ നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് വന്ന് ഇതിന് നേതൃത്വം കൊടുത്ത് കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇതിൻ്റെ രഹസ്യം. അതുകൊണ്ട് നമ്മുടെ യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. തുടർന്ന് കൂടുതലായ കായിക, കലാ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ അസോസിയേഷന് സാധിക്കട്ടെ, വരുന്ന കമ്മിറ്റികൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ റെക്കഗ്നൈസ് ചെയ്തവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എന്നാൽ ഇത്ര പേര് ഇവിടെ വന്നല്ലോ. നമ്മുടെ ജോഷുകളും സത്യം